ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ എന്ന് പറയുമ്പോൾ പൊതുവേ കുറച്ച് ലേസി ആയിട്ടുള്ള ദിവസമാണ്. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് റിലാക്സിങ് ഡേ എന്നും പറയാം. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് സൈനിക ഹാദിക്ക് ക്ലാസ് ഇല്ല, ഞങ്ങൾക്ക് ഷോപ്പിലും പോകണ്ട. അതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒന്നുകൂടി കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്യുന്ന ദിവസമാണിന്ന്. രാവിലെ എഴുന്നേറ്റു, കുറച്ചേരം അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു മൊബൈല് നോക്കി ഒക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചേരം ചിക്കനായിട്ടും തപ്പൂനായിട്ടൊക്കെ കളിച്ചിട്ടാണ് നമ്മുടെ മിക്ക സൺഡേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡും നമ്മളും ടോട്ടലി ഒന്ന് റിഫ്രഷ് ആകും. അപ്പോഴേക്കും സൈൻഹാദി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ താഴെ പോയി ചായ ഇടാന്ന് വിചാരിച്ചു. ബട്ട് ഇട്ടത് കോഫിയാണ്. ഇന്നൊരു ചേഞ്ചിന് കോഫിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂടൻ സവാള വടയും നല്ല ചൂടുള്ള ഉണ്ടംപൊരിയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു വികാരാണിത്. നല്ല ചൂടുള്ള പൊരിച്ച പത്തിരി, സവാള വട, ഉണ്ടംപൊരി ഒക്കെ കിട്ടും കേട്ടോ. അതും നല്ല ചൂടുള്ള ചായയും കൂട്ടി കുടിക്കണം. നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ കിസ്മത്താണ് മോനെ, അതിന് തടുക്കാൻ ആർക്കും കഴിയില്ല. സംഭവം അത്ര വലിയ ഹെൽത്തി ഒന്നും അല്ലെങ്കിലും അതിന്റെ ആ ഒരു കോംബോ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കലാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്റെ നഖത്തില് മെഹന്തി ഇടുവായിരുന്നു കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് റൈറ്റ് ഹാൻഡില് കുറച്ച് ടാസ്ക് ആണ്. അപ്പോഴേക്കും എന്നെ സഹായിക്കാനായിട്ട് എന്റെ 2 പുത്രന്മാരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപിടുത്താണ്. 2 പേർക്കും ഇടണം. അങ്ങനെ 2 ആളും മാറി മാറി എന്റെ കയ്യിലൊക്കെ മൈലാഞ്ചിടലാണ്. ഒരു കാര്യം പറയാൻ മറന്നു, ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആവലാണ്. എന്റെ ഫൈനൽ ടച്ചപ്പാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എന്റെ കോസ്റ്റ്യൂം. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഇതിന്റെ കളർ കോംബോ ആണെങ്കിലും ഇതിന്റെ ആ ഒരു ഗ്ലൈസിങ് ലുക്ക് ആണെങ്കിലും ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് കല്യാണത്തിന് പോണത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാണ്. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കൺവെൻഷൻ സെന്റർ. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ചിഞ്ചിതീതിയും സാനിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചായാലും കണ്ടിട്ട് അതിന്റെ സന്തോഷമാണ് കേട്ടോ. കുറച്ച് നാള് കൂടി കണ്ടതിന്റെ സന്തോഷവും വിശേഷം പറച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാരും കൂടി വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. പൊതുവെ ഞങ്ങളുടെ മാരേജ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാല് ഒരു 3 ദിവസത്തെ ആഘോഷങ്ങളാണ് കേട്ടോ. അപ്പോ നമ്മുടെ ബ്രൈഡ് ഐഷയുടെ അറേബ്യൻ നൈറ്റും സംഗീത് നൈറ്റും ഒക്കെ ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. ഇന്നാണ് ഐഷയുടെയും സ്വപ്നയിലെയും നിക്കാഹ്. നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസസില് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സെക്ഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. അവർ ഫ്രഷ് ആയിട്ട് സ്പോട്ട് മേക്കിംഗ് ആയിരുന്നു. സ്റ്റേജില് ചടങ്ങുകളും ഒപ്പം ഫോട്ടോഷൂട്ടും തകൃതിയായി നടക്കുന്നുണ്ട്.
കല്യാണത്തിനെത്തി. ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടു, ചടങ്ങുകൾ കണ്ടു, ബന്ധുക്കളെ കണ്ടു. ഇനിയാണ് മെയിൻ പരിപാടി, ഫുഡ് അടിക്കല്. ഫുഡിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി, പൊറോട്ട ആൻഡ് ബീഫ് റോസ്റ്റ്, ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ, പിന്നെ നമ്മുടെ നാടൻ സദ്യ. ഫൈനലി നമ്മുടെ ഫുഡ് ഇതാണ്. നല്ല മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, അച്ചാറ്, സാലഡ്, പിന്നെ ഒരു പുളിങ്കറിയും. മെജോറിറ്റി ആളുകളും ചൂസ് ചെയ്തിരിക്കുന്നത് ബിരിയാണി തന്നെയാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാല് അതാണ് അതിന്റെ ഒരു ഇത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷിൻസിയും പിഎമോളും സിഎമോളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവരോട് കുറച്ചേരം സംസാരിച്ച് നിൽക്കലാണ്. ഫുഡൊക്കെ കഴിച്ച് ബന്ധുക്കളെയൊക്കെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാല് ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാല് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കലാണ്. അപ്പോ അടുത്ത ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ കൂടി വീട്ടിലെത്തി. ബിരിയാണിയൊക്കെ കഴിച്ച് മത്തായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാനും സയാനും ഹാദിയും നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞാനും സയാനും എഴുന്നേറ്റിട്ടുണ്ട്, ഹാദി എഴുന്നേറ്റിട്ടില്ല. അപ്പോഴേക്കും സമയം ഏതാണ്ട് 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹാദിനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനൊന്നുമില്ല, എല്ലാവരും ഫ്രീ ആണ്. അങ്ങനെയുള്ള സൺഡേസിൽ ഈവനിങ് നമുക്കൊരു മൂവി മസ്റ്റാണ്. നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ മൂവിയൊക്കെ കണ്ടിരിക്കും. ആക്ച്വലി ഇതും ഒരു രസമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ആ വീക്കിലുള്ള എല്ലാ ബേർഡൻസും എല്ലാ ഹെഡേക്സും മാറ്റി വെച്ച് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അങ്ങനെ നമ്മള് മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കലാണ്. മൂവി ബ്രേക്ക് ആയപ്പോഴേക്കും നമ്മുടെ ഡിന്നർ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയും ബീഫ് കറിയാണ്. അങ്ങനെ നമ്മള് മൂവിയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കലാണ്. നമ്മുടെ നല്ലൊരു സൺഡേ കംസ് ടു ആൻ എൻഡ്. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാല് കുറച്ച് സമയത്തെങ്കിലും സൈൻക ഹാദിക്കും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അവര് മൂവിയിലെ ഹീറോസ് ഒക്കെ ആകും. അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും അതിന്റെ ഇര എന്ന് പറയുന്നത് നമ്മുടെ ചാച്ചൂസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ തകൃതിയായി നടക്കട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയോടൊപ്പം ചേരാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ബൈ.